ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെന്നും ഒരേ രീതിയിൽ വെക്കാതെ ഈ ഒരു രീതിയിൽ എപ്പോഴെങ്കിലും ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലോട്ട് ഒരു മീഡിയം സ്ലൈസ് സവാള ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. വലിയ സവാളയല്ല, ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഹാഫ് എടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി. പിന്നെ ഇതിലോട്ട് 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ച മണമൊന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ 2-3 സെക്കൻഡ് ഞാൻ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മിക്സി ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഞാൻ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത്, നന്നായിട്ട് തിളവരുന്ന ഒരു സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും അതേപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട ഇതേപോലെ പൊട്ടിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഓരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 മുട്ടക്കാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു ഗ്രേവിക്ക് ഒരു 5 മുട്ട വരെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ തവിയൊന്നും ഇടാതെ ഇളക്കാതെ 2-3 സെക്കൻഡ് ഇതേപോലെ ഒന്ന് വെക്കുക. അതിന് ശേഷം നമ്മൾ തവി കൊണ്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ കൂടെ ഒന്നിങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ്. പിന്നെ 1 മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ് ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത്രയേ വേണ്ടൂ. അപ്പോഴേക്കും നമ്മളെ കറി റെഡിയാകും. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്